ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ ഊർജ്ജ നഗര മേഖലകളിലെ സുപ്രധാന പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. സംസ്ഥാനത്ത് വിവിധ വകുപ്പുകളിലായി 3051 തസ്തികകൾ സൃഷ്ടിക്കാൻ തീരുമാനിച്ച് മന്ത്രിസഭായോഗം. സംസ്ഥാനത്ത് ഇന്നലെ 4892 പേർക്ക് കോവിഡ് ബാധ, 4832 പേർക്ക് രോഗമുക്തി. താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നതിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. നിയമന വിഷയത്തിൽ സമരം നടത്തുന്ന ഉദ്യോഗാർത്ഥികൾ ഇന്നു മുതൽ ഉപവാസ സമരത്തിലേക്ക്. ISL ഫുട്ബോളിൽ ഗോവ ഒഡീഷയെ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ഊർജ്ജ നഗര മേഖലകളിലെ സുപ്രധാന പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. 320 കിലോവാട്ട് പുഗല്ലൂർ തൃശൂർ ഊർജ്ജ പദ്ധതിയാണ് വീഡിയോ കോൺഫറൻസിംഗ് വഴി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. 5070 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പദ്ധതിയിൽ 2000 മെഗാവാട്ട് ഊർജ്ജം വിതരണം ചെയ്യാനുള്ള സൌകര്യമുണ്ട്. ദേശീയ സൌരോർജ്ജ മിഷന് കീഴിൽ നിർമ്മിച്ച കാസർഗോഡ് സൌരോർജ്ജ പദ്ധതിയും പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. അടിയന്തര സാഹചര്യങ്ങളിൽ സംയോജിത പ്രവർത്തനങ്ങൾ സാധ്യമാക്കുന്നതിനായി തിരുവനന്തപുരത്ത് ഇന്റഗ്രേറ്റഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിന്റെ ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നിർവഹിക്കും. ഇതിനു പുറമെ 427 കോടി രൂപ ചെലവിൽ തിരുവനന്തപുരത്ത് നടപ്പാക്കുന്ന സ്മാർട്ട് റോഡ് പദ്ധതിയുടെ ശിലാസ്ഥാപനവും അരുവിക്കരയിൽ ജലസംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. സംസ്ഥാനത്ത് വിവിധ വകുപ്പുകളിലായി 3051 തസ്തികകൾ സൃഷ്ടിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. ഒട്ടനവധി തീരുമാനങ്ങളും ഇന്നലെ ചേർന്ന മന്ത്രിസഭായോഗം കൈക്കൊണ്ടു. വിശദാംശങ്ങളുമായി നന്ദന. ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. ഓരോ വീടിനും 4 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. ലൈഫ് മിഷനിൽ 3ാം ഘട്ടത്തിനായി ഹഡ്കോയിൽ നിന്ന് 1500 കോടി രൂപ വായ്പ എടുക്കുന്നതിന് അനുമതി നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കിഫ്ബി വായ്പയിൽ പുതിയ ബസ്സുകൾ നിരത്തിലിറക്കുന്നതിനും ദീർഘദൂര സർവീസുകൾക്കുമായി KSRTC സ്വിഫ്റ്റ് എന്ന സ്വതന്ത്ര കമ്പനി രൂപീകരിക്കാൻ മന്ത്രിസഭ അനുമതി നൽകി. സർക്കാർ IT പാർക്കുകളിൽ 25,000 ചതുരശ്ര അടി വരെ സ്ഥലം ഉപയോഗിക്കുന്ന കമ്പനികൾക്ക് വാടകയിൽ ഇളവ് നൽകാൻ തീരുമാനിച്ചു. അഴിമതിമുക്ത കേരളത്തിനായി ആരംഭിക്കുന്ന ജനജാഗ്രതാ വെബ്സൈറ്റിലൂടെ പൊതുജനങ്ങൾക്ക് അഴിമതി സംബന്ധിച്ച വിവരങ്ങൾ നൽകാനാകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. കേരള മത്സ്യത്തൊഴിലാളി കടാശ്വാസ കമ്മീഷന്റെ കാലാവധി 2021 മാർച്ച് 28 മുതൽ 6 മാസത്തേക്ക് ദീർഘിപ്പിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് വിശ്രമത്തിനും പ്രാഥമിക സൌകര്യങ്ങൾ നിർവഹിക്കുന്നതിനുമായി വഴിയോര വിശ്രമ കേന്ദ്രങ്ങളുടെ നിർമ്മാണത്തിന്റെ ആദ്യഘട്ടത്തിൽ 1053 ശുചിമുറികൾ നിർമ്മിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നതിൽ സർക്കാർ എടുത്ത നടപടികളിൽ ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. PSC ലിസ്റ്റില്ലാത്ത ഇടങ്ങളിൽ വർഷങ്ങളായി തൊഴിലെടുത്തവരെ കൃത്യമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സ്ഥിരപ്പെടുത്താൻ തീരുമാനിച്ചത്. എന്നാൽ സർക്കാർ ചെയ്യാൻ പാടില്ലാത്ത എന്തോ ചെയ്തു എന്ന പ്രതീതിയാണ് ഉണ്ടായത്. ബോധപൂർവം സർക്കാരിന്റെ നീക്കങ്ങളെ കരിവാരിത്തേക്കാൻ ചിലർ ശ്രമിക്കുമ്പോൾ അവർക്ക് അവസരം ഉണ്ടാക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് താൽക്കാലിക നിയമനങ്ങളിലെ സ്ഥിരപ്പെടുത്തൽ നിർത്തിവച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. PSC റാങ്ക് ലിസ്റ്റുകളിൽ നിന്ന് നിയമനം നടത്തണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ഇന്നു മുതൽ ഉപവാസ സമരം ആരംഭിക്കും. മന്ത്രിമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങി ആരുമായും തങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ഉദ്യോഗാർത്ഥികൾ അറിയിച്ചു. തൊഴിലില്ലാത്ത ചെറുപ്പക്കാരോട് സർക്കാർ ക്രൂരതയാണ് കാണിക്കുന്നതെന്നും പകരം ലിസ്റ്റില്ലാതെ 147 ലിസ്റ്റുകൾ റദ്ദാക്കിയതായും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആരോപിച്ചു. ഉദ്യോഗാർത്ഥികളുടെ സമരത്തിനിടയിൽ രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടി ചിലർ കടന്നുകയറിയിട്ടുണ്ടെന്നും സമാധാനപരമായി സമരം ചെയ്യുന്നവർ ജാഗ്രത പുലർത്തണമെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി AA റഹീം അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് ഒരാഴ്ച കൊണ്ട് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ 6.3% കുറവുണ്ടായതായി മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് 2019-20 വർഷം മികച്ച പ്രവർത്തനം നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള സ്വരാജ് ട്രോഫി പ്രഖ്യാപിച്ചു. ഗ്രാമപഞ്ചായത്തുകളിൽ 1ാം സ്ഥാനം കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി പഞ്ചായത്തിനാണ്. പാലക്കാട് ജില്ലയിലെ വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിനാണ് 2ാം സ്ഥാനം. 3ാം സ്ഥാനം കോഴിക്കോട് ജില്ലയിലെ ചേമഞ്ചേരി പഞ്ചായത്തിനാണ്. മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി കൊല്ലം ജില്ലയിലെ മുഖത്തല ബ്ലോക്ക് പഞ്ചായത്തിനെ തിരഞ്ഞെടുത്തപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിനാണ് 2ാം സ്ഥാനം. 3ാം സ്ഥാനം മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് നേടി. ജില്ലാ പഞ്ചായത്തുകളിൽ 1ാം സ്ഥാനം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനാണ്. 2ാം സ്ഥാനം കൊല്ലം ജില്ലാ പഞ്ചായത്തിനും 3ാം സ്ഥാനം കണ്ണൂർ ജില്ലാ പഞ്ചായത്തിനുമാണ്. കാലാവധി കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിയമനം നടത്താൻ ഒരു സർക്കാരിനും അധികാരമില്ലെന്ന് LDF കൺവീനർ A. വിജയരാഘവൻ. ബാലുശ്ശേരിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ പൂർത്തിയായ കാർഗോ കോംപ്ലക്സ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നുച്ചയ്ക്ക് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും.
കേന്ദ്ര വ്യോമയാന സഹമന്ത്രി ഹർദീപ് സിംഗ് പുരി മുഖ്യാതിഥിയാകും. 12,000 മെട്രിക് ടൺ ചരക്ക് കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള കാർഗോ കേന്ദ്രമാണ് വിമാനത്താവളത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. സംസ്ഥാനത്ത് ഇന്നലെ 4892 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. 4832 പേർ രോഗമുക്തി നേടി. ചികിത്സയിലുള്ളവർ 60,803. ഇതുവരെ രോഗമുക്തി നേടിയവർ 9,51,742. സംസ്ഥാനത്തെ ആദ്യ ഗോത്രവർഗ താലൂക്കാകാൻ ഒരുങ്ങുകയാണ് അട്ടപ്പാടി. അഗളി കേന്ദ്രമായാണ് നിർദ്ദിഷ്ട അട്ടപ്പാടി താലൂക്ക് നിലവിൽ വരിക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്. 3 പഞ്ചായത്തുകളും 6 വില്ലേജുകളും ഉൾപ്പെടുന്ന അട്ടപ്പാടി ബ്ലോക്കാണ് നിർദ്ദിഷ്ട താലൂക്ക് പരിധിയിൽ വരിക. കള്ളമല, പാടവയൽ, പുത്തൂർ, കോട്ടത്തറ, ഷോളയൂർ, അഗളി വില്ലേജുകളായിരിക്കും അട്ടപ്പാടി താലൂക്കിൽ ഉൾപ്പെടുക. 192 ഊരുകളിലായി ഇരുള, മുടുക, കുറുമ്പ ഗോത്രവിഭാഗങ്ങളിൽപ്പെടുന്ന 35,000-ലധികം ആദിവാസികളാണ് ഇവിടെ ഉള്ളത്. 745 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള അട്ടപ്പാടിയിൽ പകുതിയിലധികം വനഭൂമിയാണ്. അട്ടപ്പാടി കൂടി താലൂക്ക് ആകുന്നതോടെ ജില്ലയിലെ താലൂക്കുകളുടെ എണ്ണം 7 ആകും. മണ്ണാർക്കാടിനെ വിഭജിച്ചാണ് നിർദ്ദിഷ്ട അട്ടപ്പാടി താലൂക്ക് രൂപീകരിക്കുന്നത്. നിലവിൽ റവന്യൂ സംബന്ധമായ ആവശ്യങ്ങൾക്ക് അട്ടപ്പാടിയിലെ ആദിവാസികൾക്ക് 50 കിലോമീറ്ററിലധികം യാത്ര ചെയ്ത് മണ്ണാർക്കാട് എത്തേണ്ട സ്ഥിതിയാണ് ഉള്ളത്. അട്ടപ്പാടി താലൂക്ക് ആകുന്നതോടെ ഈ യാത്ര ഒഴിവാകുമെന്ന ആശ്വാസത്തിലാണ് ഇവർ. സംസ്ഥാനത്ത് പകൽ താപനില വർദ്ധിച്ച സാഹചര്യം കണക്കിലെടുത്ത് തൊഴിലാളികളുടെ തൊഴിൽ സമയം പുനഃക്രമീകരിച്ചു. വെയിലത്ത് പകൽ സമയം ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികൾക്കും ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണിവരെ വിശ്രമമായിരിക്കും. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണിവരെയുള്ള ജോലി സമയം 8 മണിക്കൂറായി നിജപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്ത് ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ച് എണ്ണ കമ്പനികൾ. ഡീസലിന് 33 പൈസയും പെട്രോളിന് 34 പൈസയുമാണ് വർദ്ധിച്ചത്. 10 ദിവസത്തിനിടെ 1 ലിറ്റർ ഡീസലിന് കൂടിയത് 3 രൂപ 30 പൈസയാണ്. മെട്രോമാൻ ഇ ശ്രീധരൻ ബിജെപിയുമായി സഹകരിക്കുമെന്നും പാർട്ടി അംഗമാകുമെന്നും ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അറിയിച്ചു. ഇരു മുന്നണികൾക്കുമെതിരെ ബദൽ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടുവരുമെന്നും ഇതിനായി പ്രമുഖ വ്യക്തിത്വങ്ങളെ രംഗത്തിറക്കുമെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. ചെട്ടിക്കുളങ്ങര ദേവീക്ഷേത്രത്തിലെ പ്രസിദ്ധമായ കുംഭഭരണി മഹോത്സവം ഇന്ന്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഇക്കുറി ചടങ്ങുകൾ നടക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ പ്രതിനിധി ആർ രവികുമാർ. 13 കരക്കാരും ഒത്തുചേർന്ന് നിർമ്മിച്ച കുതിരയും തേരും ദേവീസന്നിധിയിൽ സമർപ്പിക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈരേഴ് തെക്കിന്റെ കെട്ടുകാഴ്ചയായ കുതിരയുടെയും ആഞ്ഞിലിപ്രയുടെ കെട്ടുകാഴ്ചയായ തേരിന്റെയും ഉരുപ്പടികൾ ഉപയോഗിച്ചാണ് 13 കരക്കാരും ചേർന്ന് ക്ഷേത്രവളപ്പിൽ 2 കെട്ടുകാഴ്ചകൾ ഒരുക്കിയത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കരകളിൽ നിന്നുള്ള കെട്ടുകാഴ്ചകൾ ഒഴിവാക്കിയതിനാൽ കേവലം 3 ദിവസം കൊണ്ട് മാത്രമാണ് ഈ 2 കാഴ്ചപ്പൊക്കങ്ങൾ തയ്യാറാക്കിയത്. ഇന്ന് രാവിലെ കുത്തിയോട്ട സമർപ്പണം നടന്നു. 2 കുത്തിയോട്ടങ്ങൾ മാത്രമാണ് ഇക്കൊല്ലം ഉണ്ടായിരുന്നത്. മഹാമാരിയെ തുടർന്നാണ് മറ്റു കുത്തിയോട്ടങ്ങൾ വേണ്ടെന്ന് വെച്ചത്. നാളെ പുലർച്ചെ 4-ന് ദേവിയുടെ എഴുന്നള്ളത്ത് വരെ ആചാരപരമായ എല്ലാ ചടങ്ങുകളും ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇടുക്കി രാജകുമാരി KSEB സെക്ഷൻ ഓഫീസ് മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം മന്ത്രി എം മണി നിർവഹിച്ചു. കൊല്ലം പുനലൂർ ചെങ്കോട്ട റെയിൽപാതയുടെ വൈദ്യുതീകരണം 2023 മാർച്ച് മാസത്തോടെ പൂർത്തീകരിക്കുമെന്ന് NK പ്രേമചന്ദ്രൻ MP അറിയിച്ചു. സംസ്ഥാനത്തെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും സപ്ലൈകോ സൂപ്പർ സ്റ്റോറുകൾ യാഥാർത്ഥ്യമായെന്ന് ഭക്ഷ്യപൊതുവിതരണ വകുപ്പ് മന്ത്രി പി തിലോത്തമൻ പറഞ്ഞു. വേങ്ങപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന സപ്ലൈകോ മാവേലി സ്റ്റോറിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BDJS സംസ്ഥാന പഠന ശിബിരം ഇന്ന് ആലപ്പുഴയിൽ നടക്കും. BJP നേതാവ് കുമ്മനം രാജശേഖരൻ, BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി തുടങ്ങിയവർ പങ്കെടുക്കും. ISLൽ ഗോവ ഒഡീഷ മത്സരത്തിൽ ഗോവ 1-നെതിരെ 3 ഗോളുകൾക്ക് വിജയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ ഊർജ്ജ നഗരമേഖലകളിലെ സുപ്രധാന പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. സംസ്ഥാനത്ത് വിവിധ വകുപ്പുകളിലായി 3051 തസ്തികകൾ സൃഷ്ടിക്കാൻ തീരുമാനിച്ച് മന്ത്രിസഭായോഗം. സംസ്ഥാനത്ത് ഇന്നലെ 4892 പേർക്ക് കോവിഡ് ബാധ, 4832 പേർക്ക് രോഗമുക്തി. താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നതിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. നിയമന വിഷയത്തിൽ സമരം നടത്തുന്ന ഉദ്യോഗാർത്ഥികൾ ഇന്നു മുതൽ ഉപവാസ സമരത്തിലേക്ക്. ISL ഫുട്ബോളിൽ ഗോവ ഒഡീഷയെ 1-നെതിരെ 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
കൂടുതൽ വാർത്തകൾക്കായി @AllIndiaRadio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARNews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.